ഒരുമിക്കുന്നതിന് എന്റെ വീട്ടുകാർ ഇത്രമാത്രം എതിർക്കാൻ എന്തായിരിക്കും ജീവ കാരണം? അത് സിമ്പിളല്ലേ. ഞാനൊരിക്കലും നിന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് അവർക്കറിയാം. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു തെറ്റൊക്കെ ആർക്കും സംഭവിക്കാലോ. അറിയാതെ പറ്റിപ്പോയ തെറ്റിൽ ജീവൻ പശ്ചാത്തപിക്കുകയും പുതിയൊരാളായി മാറുകയും ചെയ്തില്ലേ? അതെന്താരും മനസ്സിലാക്കാത്തത്? എനിക്ക് പുതിയൊരു ലൈഫ് കിട്ടിയത് അവരോട് നല്ല മനസ്സുകൊണ്ടല്ലേ മഞ്ചാടി. ഇപ്പം അവർ ചിന്തിക്കുന്നത് ഞാൻ അവരെയും കൂടി ചതിച്ചെന്നായിരിക്കും. മഞ്ചാടിയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ കേസിൽ നിന്ന് രക്ഷിച്ച നിമിഷത്തെ അവർ സ്വയം ശപിക്കുന്നുണ്ടാവും. ഞാൻ ജീവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എനിക്ക് ജീവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? സ്നേഹമുള്ള ഒരാളെ നന്മയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ശേഷം ഞാൻ അയാളെ വിട്ടുകളയണമെന്നാണോ അവർ ആഗ്രഹിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ഒരുമിക്കാൻ തീരുമാനിച്ചാണ് മഞ്ചാടി എല്ലാവരെയും പേടിപ്പിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി സമയമെടുത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരു നിലനിൽപ്പ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഒന്നാവാൻ തീരുമാനിച്ചതെങ്കിൽ ആരും അതിനെ എതിർക്കില്ലായിരുന്നു. കാത്തിരിക്കാൻ സമയം തരാതിരുന്നത് അവര് തന്നെയല്ലേ? അച്ഛൻ എന്നെ സിംഗപ്പൂരിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചു തന്നെയാ ജീവൻ. അങ്ങനെ ഒരാളെ ഒരാളിൽ നിന്ന് എന്നേക്കുമായി അകറ്റുവാൻ ആർക്കും കഴിയില്ല മഞ്ചാടി. എത്ര വർഷം കഴിഞ്ഞ് ഒരുമിക്കുന്ന തീരുമാനം നമ്മളെടുത്താൽ അത്രയും കാലം കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായാൽ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇല്ല, ഞാൻ സിംഗപ്പൂരിലേക്ക് പോയിരുന്നെങ്കിൽ ജീവനെ അവരെല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് എന്നിൽ നിന്ന് അകറ്റുമായിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കിയ എന്റെ കടപ്പാട് അവരോടുള്ളതുകൊണ്ട് ജീവൻ അതിന് സമ്മതിക്കേണ്ടി വരും. നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാതെ പോയാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ നേരിൽ കണ്ട് ഇതുപോലെ സംസാരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങളൊന്നും ഇപ്പം നിനക്ക് മനസ്സിലാവുന്നില്ല മഞ്ചാടി. ഫാമിലി സപ്പോർട്ടില്ലാതെ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് നിലനിന്ന് പോകാൻ തന്നെ വലിയ പ്രയാസമാണ് മഞ്ചാടി. സ്നേഹിച്ചു വളർത്തിയവരെ വേദനിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ കുറ്റബോധ ഒരു ഭാഗത്ത്, അടിത്തറയില്ലാതെ കാലിടറി വീണു പോകുമോ എന്നൊരു ഭയം മറുഭാഗത്ത്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ബാധ്യതയും അറിയാതെ ജീവിച്ചവരാണ് നമ്മൾ. ഇനി മുതൽ നമ്മൾ രണ്ടുപേർക്കൊരു ബാധ്യതയായി മാറാൻ പോവുകയാണ്. പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മളെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ടി വരും മഞ്ചാടി. ഇങ്ങനെയൊന്നും ജീവൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ജീവന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാ ജീവൻ എന്നെ വാശിയോടെ സംരക്ഷിക്കുന്ന. വാശി സ്നേഹം മാത്രം പോരല്ല മഞ്ചാടി, സാമ്പത്തികം കൂടി വേണ്ടേ? നിന്നോട് പലപ്പോഴും ഇതൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു തോന്നലായിരുന്നു നിനക്ക്. അതെ, ജീവൻ എന്നീന്ന് അകന്നു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെന്റെ ശ്വാസം നൽകുന്നതിന് തുല്യം തന്നെയാ. ഏതായാലും ഇത്രയൊക്കെയായി. ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റുമെന്ന് ചിന്തിക്കേ. മരണത്തിലല്ലാതെ നമ്മളിനി പിരിയില്ലെന്ന് മനസ്സുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുത്താൽ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാം. ഇപ്പോഴും അതിന് അവസരം നമുക്കുണ്ട്. 2 വർഷം കൂടി പഠിച്ച് കോഴ്സൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും നല്ലൊരു ജോലി സമ്പാദിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ചിലപ്പോൾ ഇന്ന് നമ്മളെ എതിർക്കുന്നവർ പോലും നാളെ നമ്മളെ ഒരുമിപ്പിക്കാൻ കൂടെ നിൽക്കും. ഇല്ല ജീവൻ, എനിക്ക് എന്റെ ബന്ധുക്കളെ ആരെയും വിശ്വാസമില്ല. ഞാൻ ജീവനോട് വേറൊരു കാര്യം പറയട്ടെ.
അമ്പലത്തിൽ പോയി മാല ചാർത്തി വിവാഹിതരായവരല്ലേ. ജീവൻ നാളെ എന്നെയും കൊണ്ട് ജീവന്റെ വീട്ടിലേക്ക് പോണം. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ധൈര്യം ജീവൻ കാണിച്ച ബാക്കിയുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടാം. എന്റെ വീട്ടുകാരുടെ എതിർപ്പിന് പോലും പിന്നൊരു പ്രസക്തി ഉണ്ടാവില്ല. എന്തു പറയുന്നു? നീ തയ്യാറാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ശരി, വാ പോവാം. ഇന്ദിര, അതെ ഇന്ദിര, അന്ന് ബാറിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ. ഇന്ദുവിന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ അന്നല്പം ചൂടായത്. നീ അത് വിട്ടേക്ക് ഇന്ദിര. ഞാനും അന്ന് ചില മാനസിക പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാ നിന്നോട് ഉറക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്കും തോന്നിയത്. ഇന്ദിര, പിന്നെ ഞാനൊരു കാര്യം കേട്ടു. ഷോപ്പിൽ ഓർഡർ എടുക്കാൻ വരുന്ന മില്ലുകാർ പറഞ്ഞതാ ഇന്ദിര ബിസിനസ് നിർത്താൻ പോവാണോ? അത് വിഷുവിന് ശേഷം ഞാൻ പുതിയ ഓർഡറൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞതാവും. ചെറിയൊരു പ്രശ്നമുണ്ട് ഗോകുൽ. എന്തു പ്രശ്നം? സാമ്പത്തികമാണോ? അല്ല, ആ ഷോപ്പ് അനുപമയുടെ പേരിലാണെന്ന് ഗൂഗിളിന് അറിയാലോ. ഒരിക്കൽ ഫിനാൻസ് കമ്പനിയിലെ ഷോപ്പ് പണയപ്പെടുത്തിയപ്പോൾ അനുപമ വന്ന് സൈൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അനുപമ ആ ഷോപ്പ് അവൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചോ? ഞാനല്ല, അവളങ്ങനെ തീരുമാനിച്ചു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മഞ്ചാടി ജീവൻ രാജിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം ഇന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നോ? മഞ്ചാടി ജീവൻ രാജിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നോ? നീ എന്താ ഗോകുലി പറയുന്നേ? അതേ ഇന്ദിര, അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്.